നമസ്കാരം, KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ബിബിൻ ആയിരപ്രയിൽ. പ്രധാന വാർത്തകൾ. വ്രതശുദ്ധിക്കും പുണ്യമാസത്തിനും ഭക്തിനിർഭരമായ പരിസമാപ്തി. മഗ്രിബ് നമസ്കാരം അവസാനിക്കുമ്പോൾ മുസ്ലിം മതവിശ്വാസികളുടെ അന്തരംഗങ്ങൾ തക്ബീർ ധ്വനികളാൽ മുഖരിതമാവും. ലോകമെമ്പാടും ചെറിയ പെരുന്നാളിന്റെ ആഘോഷത്തിൽ. എല്ലാവർക്കും KCVയുടെ ചെറിയ പെരുന്നാൾ ആശംസകൾ. വേഴപ്ര ശ്മശാനത്തിലേക്ക് നാറാണത്ത് ഭ്രാന്തൻ പോലും നടന്നുവരില്ല. ചുടലപ്പറമ്പിലേക്കുള്ള നടവഴിക്ക് KCVയുടെ അനുശോചനം. AC കനാലിന്റെ പൂർണ്ണരൂപം ആലപ്പുഴ ചങ്ങനാശ്ശേരി കനാൽ എന്നതു മാറ്റി അഴിമതി കനാൽ എന്നാക്കി. പേരിടിയിൽ കർമ്മത്തിന് അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരും കരാറുകാരും നേതൃത്വം നൽകി. ഉമ്മനും മാണിയും കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുവാൻ ശ്രമിക്കുന്നു. മണ്ണിനും ജലത്തിനും വേണ്ടി ധർമ്മസമരമെന്ന് ഹിന്ദു ഐക്യവേദി. വാർത്തകൾ വിശദമായി. റംസാനിന് ശുഭസമാപ്തി കുറിച്ച് ഈദുൽ ഫിത്തർ ചൊവ്വാഴ്ച. മനസ്സും ശരീരവും നിരന്തരമായ ഈശ്വര സാമീപ്യത്താലും പ്രാർത്ഥനകളാലും വ്രതാനുഷ്ഠാന നിറവുകളാലും ശുദ്ധീകരിക്കുവാൻ സാധിച്ച റംസാൻ മാസത്തിന്റെ ശുഭകരമായ പരിസമാപ്തിയാണ് ഇവിടെ കുറിക്കുന്നത്. മനുഷ്യർ തമ്മിലുള്ള സ്നേഹ സൗമനസ്യങ്ങൾക്ക് ഏറ്റവും വ്യാപ്തിയും ഇഴയെടുപ്പവും കൈവന്ന സംതൃപ്തിയോടെ ഇഷ്ടജനങ്ങളെ പരസ്പരം ആശ്ലേഷിച്ച് സ്നേഹാശംസകൾ കൈമാറുന്ന ധന്യ നിമിഷമാണ് റംസാൻ. പെരുന്നാളാഘോഷത്തിന് രണ്ടു തലങ്ങളുണ്ട്. ഒന്ന് ദൈവികം, രണ്ട് മാനുഷികം. വിശ്വാസിയുടെ സന്തോഷവേളകളും ആഹ്ലാദ നിമിഷങ്ങളും ദൈവസ്മരണയിൽ അധിഷ്ഠിതമാവണം. എങ്കിൽ അവന്റെ ആഘോഷങ്ങൾ ആത്മീയാനുഭൂതിയുടെ ആനന്ദോത്സവമായി തീരുമെന്നാണ് പ്രവാചകൻ അരുൾ ചെയ്തിരിക്കുന്നത്. പെരുന്നാൾ ആഘോഷത്തിന്റെ മാനുഷിക തലം പ്രപഞ്ചം പോലെ വിശാലമാണ്. ഈദുൽ ഫിത്തറിന്റെ ആത്മഭാഗമായ പ്രാർത്ഥനാവേദി മാനുഷിക ബന്ധങ്ങളെ വിളക്കിച്ചേർക്കുന്നതിന്റെ പ്രായോഗിക മാർഗമാണ്. തന്റെയും പ്രപഞ്ചത്തിന്റെയും നാഥനെ വാഴ്ത്തുകയും ചെയ്യുന്ന തക്ബീർ പെരുന്നാൾ ആഘോഷത്തിന്റെ മുഖ്യ ഇനമാണ്. ചെറിയ പെരുന്നാളിന്റെ ചന്ദ്രക്കല ദൃശ്യമാവുന്നത് മുതൽ പെരുന്നാൾ നമസ്കാരം വരെയാണ് തക്ബീറിന്റെ സമയം. ജീവിതത്തെക്കാൾ ദുരിതമാണ് മരണശേഷം ചുടലപ്പറമ്പിലേക്കുള്ള ഈ യാത്ര. നടവഴി പോലുമില്ലാത്ത വേഴപ്ര പൊതുശ്മശാനത്തിലേക്കുള്ള ഈ അന്ത്യയാത്രയിൽ ഒപ്പം ഞങ്ങളും ചേരുന്നു. ഒരു കാലഘട്ടം മുഴുവൻ ജീവിച്ചതിന് ശേഷമുള്ള അന്ത്യയാത്ര. പക്ഷേ ജീവിച്ചു തീർത്തതിലും എത്രയോ ഭീകരമാണ് ഈ യാത്ര. പ്രധാന റോഡായ ഊരിക്കരി രാമങ്കിരി റോഡ് വരെ വാഹനത്തിൽ മൃതദേഹം കൊണ്ടുവരാൻ കഴിയും. എന്നാൽ ഇവിടെ നിന്നും ഏകദേശം 1/2 കിലോമീറ്ററിന് അപ്പുറം ദേവസഞ്ചിറ പാടശേഖരത്തിന്റെ പുറംബണ്ടിൽ സ്ഥിതി ചെയ്യുന്ന പൊതു ശ്മശാനത്തിൽ എത്തണമെങ്കിൽ കുണ്ടും കുഴിയും നിറഞ്ഞ ഈ വഴികൾ താണ്ടിയതിനു ശേഷം ഒരാൾക്ക് നടന്നുപോലും പോകാൻ പറ്റാത്തതും വെള്ളം കയറിയതുമായ പുറംബണ്ടിലൂടെ വേണം യാത്ര ചെയ്യേണ്ടത്. ഇത് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകാറുണ്ട്. ശ്മശാനം അതാണ്. ആ ശ്മശാനത്തിലേക്കാണ് ഞങ്ങൾ മിത്രക്കരി ഉള്ള നിവാസികളാണ്. അതൊരു ഡെഡ് ബോഡി കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾക്ക് വന്നതാണ്. എന്തൊരു ദുർഘടമായ വഴിയാണ്. ഈ വഴിയെ കൂടെ ഇങ്ങനെ ഞങ്ങൾ ട്രോളിയിൽ തള്ളിയാണ് ഈ അടക്കമുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുപോകുന്നത്. അപ്പൊ തന്നെയാണ് ചുമന്നിട്ട് കൊണ്ടുപോകുന്നത്. ഈ ശ്മശാനത്തിലേക്ക് ഇതുവരെ ഒരു റോഡ് പോലും വന്നിട്ടില്ല. ഭയങ്കര മഴക്കാലമായി കഴിഞ്ഞാൽ പിന്നെ ഇതുവഴി യാത്ര ചെയ്യാൻ പോലും കഴിയുന്നില്ല. അതുകൊണ്ട് ഇനി വേണ്ട ഒരു പരിഹാരം. ഈ വഴി ഈ ഡെഡ് ബോഡി കൊണ്ടുവരാനും ആളുകൾക്ക് സഞ്ചാരവുമായി പോകാനും വേണ്ടിയുള്ള നടപടികൾ പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും പിന്നെ വേണ്ടപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലെല്ലാം തന്നെ നല്ല രീതിയിലുള്ള ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പം തന്നെ ഞങ്ങളുടെ ഡെഡ് ബോഡി ഇപ്പം വരും. അതെങ്ങനെ കൊണ്ടുപോകുമെന്നുള്ളതാണ് ഞങ്ങളിപ്പം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ മാത്രം അവസ്ഥയല്ല ഇത്, ഈ നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും അവസ്ഥയാണിത്. ഇതിനൊരു പരിഹാരം കാണുവാൻ അധികാരികൾ വേണ്ട മുൻകൈ നടപടിയെടുക്കണമെന്നാണ് ഞാൻ ഈ അവസരത്തിൽ പറയാം. കൂടാതെ വെള്ളപ്പൊക്കമായാൽ മൃതദേഹം ശ്മശാനത്തിൽ എത്തിക്കണമെങ്കിൽ പാടശേഖരത്തിന് ഉള്ളിൽ വള്ളങ്ങൾ കൊണ്ടുവന്ന് ഇതിൽ വേണം മറുകരയെത്താൻ. രാമങ്കരി പഞ്ചായത്തിലെ 9ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്നതും മിത്രക്കരി, ഊരിക്കരി, വേഴപ്ര, രാമങ്കരി, മണലാടി, മാമ്പുഴക്കരി തുടങ്ങിയ സ്ഥലങ്ങളിലെ വിവിധ സമുദായങ്ങളിൽപ്പെട്ട 9ഓളം ശ്മശാനങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്.
കൂടാതെ മിത്രക്കരി, വേഴപ്ര എന്നിവിടങ്ങളിലെ സ്കൂൾ കുട്ടികൾ അടക്കം ദിവസവും നൂറുകണക്കിന് ജനങ്ങളാണ് ഈ പൊതുവഴിയിലൂടെ കടന്നുപോകുന്നത്. എന്നിട്ടും ഇവിടെ ഒരു റോഡ് നിർമ്മിക്കാൻ MP, MLA, ത്രിതല പഞ്ചായത്ത് ഭരണാധികാരികൾ എന്നിവർക്ക് കഴിയാതെ പോകുന്നത് ഇവിടെ ജീവിച്ചിരിക്കുന്നവരോടൊപ്പം തന്നെ മരിച്ചുപോയവരോടും കാട്ടുന്ന കടുത്ത അനീതിയാണ്. ജനനം എന്നത് സത്യമാണെങ്കിൽ മരണവും സത്യമാണ്. എന്നാൽ വേഴപ്രായിലെ ഈ ശ്മശാനത്തിലേക്കാണ് അന്ത്യകർമ്മങ്ങളെങ്കിൽ ജനങ്ങൾ പറയും, ദൈവമേ മരണമുണ്ടാവരുതേ എന്ന്. കാരണം ജീവിതത്തെക്കാട്ടിലും എത്രയോ ഭീകരമാണ് ഈ അന്ത്യവിശ്രമത്തിനുള്ള യാത്ര എന്നതുതന്നെ. KCVക്ക് വേണ്ടി S. രാജേഷ്, കുട്ടനാട്. കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തിയ AC കനാൽ നവീകരണം അഴിമതിയുടെ കൂത്തരങ്ങായി മാറുന്നതായി രാമങ്കരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP ബ്രിവൻ മാമ്പുഴക്കരയിൽ KCV വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി നടത്തുന്ന AC കനാൽ നവീകരണത്തിൽ കോടികളുടെ വെട്ടിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി AC കനാൽ കല്ലുകെട്ടി സംരക്ഷിക്കുന്നതിൽ ലക്ഷങ്ങളുടെ വെട്ടിപ്പാണ് നടക്കുന്നത്. കനാൽ തുറക്കുന്നതിന്റെ ഭാഗമായി നദിയിൽ നിന്നും അശാസ്ത്രീയമായ രീതിയിലാണ് ചെളിയെടുക്കുന്നത്. ഈ രീതിയിൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് സമീപ ഭാവിയിൽ തന്നെ ഇല്ലാതാവുമെന്നും CP ബ്രീവൻ പറഞ്ഞു. അത് AC കനാൽ ഡ്രഡ്ജിങ്ങും കല്ലുകെട്ടുകയും അതോടൊപ്പം തന്നെ തെക്കേക്കരയിൽ ഈ വാരിയെടുക്കുന്ന ചെളി, മണ്ണും ഉൾപ്പെടെയുള്ളവ നിറച്ചുകൊണ്ട് ഒരു റോഡും സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ പ്രോജക്റ്റിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന്. അതിനായി സർക്കാർ വകവെച്ചിരിക്കുന്ന 80 കോടി രൂപയാണ്. ഈ 80 കോടി രൂപയിൽ 8 കോടി രൂപ പോലും ചെലവഴിക്കത്തക്ക നിലയിലുള്ള പദ്ധതിയല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് ഈ നിൽക്കുന്നതിന് തൊട്ട് പുറകിൽ കാണുന്ന മിഷൻ ഉപയോഗിച്ചാണ് ചെളി കോരിയെടുക്കുന്നത്. ചെളിയും മണ്ണും കൂടെ കോരിയെടുത്ത് സ്വാഭാവികമായിട്ടും അക്കരെയുള്ള ഭാഗങ്ങളിലാണ് ഇത് ഡംപ് ചെയ്യേണ്ടത്. പലപ്പോഴും ഇത് പരിപൂർണമായ ആ പ്രദേശങ്ങളിലേക്ക് എത്തുന്നില്ല എന്നൊരു വസ്തുതയാണ്. മറ്റൊന്ന്, ഈ പ്രദേശത്തെ താമസക്കാർക്ക് വളരെ അസൗകര്യം ഉണ്ടാകത്തക്ക നിലയിലാണ് ഈ കൽക്കെട്ട് ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. ഇതിൻ്റെ കൽക്കെട്ടിൻ്റെ പണിയെന്ന് പറയുന്നത് വേനൽ സമയത്ത് അന്നത്തെ ജലനിരപ്പിൻ്റെ സമാനമായ സ്ഥലത്തിൽ നിന്നാണ് ഇത് കെട്ടി ഉയർത്തിയിരിക്കുന്നത്. പരിപൂർണമായി താഴെയിൽ നിന്നും അത് കെട്ടിക്കൊണ്ടുവരാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ കൽക്കെട്ടിൻ്റെ ഭാവി ഒട്ടും സുരക്ഷിതമല്ല എന്നൊരു വസ്തുത കൂടിയുണ്ട്. മറ്റു പ്രധാനപ്പെട്ട വിഷയം, ഈ പ്രോജക്റ്റ് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർമാരെ ഇതിൻ്റെ എസ്റ്റിമേറ്റ് തരണം എന്ന് പറഞ്ഞ് സമീപിച്ചിട്ട് യാതൊരു കാരണവശാലും ഒരു നിയമപരമായി അക്കാര്യം പരിപാലിക്കാൻ തയ്യാറായിട്ടില്ല. കാരണം ഇതിലെന്തൊക്കെയോ വലിയ വേർഷൻസ് ഹൈഡ് ചെയ്ത് വെക്കാൻ അവർക്കുണ്ട് എന്നാണ് നമുക്ക് തോന്നുന്നത്. ഇതിൽ നിന്ന് കോരിയെടുക്കുന്ന ചെളിയുടെ അളവ് ഇപ്പോഴും ആർക്കും കൃത്യമായി അറിഞ്ഞുകൂടാ. ഈ ചെളി എങ്ങനെ മാറ്റം ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോഴും ആർക്കും അറിഞ്ഞുകൂടാ. ഇതിൽ നിന്ന് കിട്ടുന്ന മണ്ണ് എവിടെ ഡംപ് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച് ആർക്കും ഇപ്പോഴും തീരുമാനമായിട്ടില്ല. ഇത് യഥാർത്ഥത്തിൽ വാരിയ അപ്പുറത്തെ ഭാഗത്താണ് കൊടുക്കേണ്ടത്. പക്ഷെ പരിപൂർണമായി അവിടുത്തെ ആളുകൾക്ക് ഇതിൻ്റെതായ ഒരു ഗുണം ലഭിക്കുന്നില്ല. ഇപ്പോഴും വെള്ളം കയറി വന്നാൽ ആ കോളനി പ്രദേശങ്ങളിൽ കിടക്കുന്ന ജനങ്ങൾ വളരെ പ്രയാസപ്പെട്ടാണ് ഇപ്പോഴും ജീവിച്ചു പോകുന്നത്. അവരുടെ പറമ്പും പുരയുടെ ഉയർത്താൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ മണ്ണും ഈ കിട്ടുന്ന ചെളിയും കൊടുക്കേണ്ടിയിരുന്നത്. ഇപ്പോഴും ആ പ്രദേശങ്ങൾ അത് കൊടുത്തു തീർക്കാനായിട്ട് തയ്യാറായിട്ടില്ല എന്നാൽ മാത്രമല്ല, ഇതിങ്ങനെ കാട് കലക്കുന്ന പോലെ ഇങ്ങനെ ഒന്ന് കലക്കി അങ്ങ് പോകാൻ വേണ്ടി മാത്രമാണ് ഇവരുടെ ശ്രമം. ആ ശ്രമത്തിനെതിരായിട്ടാണ് ജനങ്ങളും ജനപ്രതിനിധികൾ ഉൾപ്പെടുന്ന ആളുകൾ ഈ മിഷൻ ഉൾപ്പെടെയുള്ള സംവിധാനം തടഞ്ഞിടുകയും ഒരു കോംപ്രമൈസ് സ്റ്റോക്ക് എന്നുള്ള നിലയ്ക്ക് AEയും AXC ഉൾപ്പെടെയുള്ള ആളുകൾ വരണമെന്ന് ജനങ്ങൾ വാശി പിടിച്ചിരിക്കും. ആറന്മുളയിലെ കർഷകരെയും കർഷക തൊഴിലാളികളെയും അണിനിരത്തി മണ്ണിനും ജലത്തിനും വേണ്ടിയുള്ള ധർമ്മസമരം നടത്തുമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി കുമ്മനം രാജശേഖരൻ KCV വാർത്തകൾക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KGS പോലുള്ള കോർപ്പറേറ്റുകളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഗൂഢശ്രമമാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ധനമന്ത്രി KM മാണിയുടെയും ഭാഗത്തു നിന്നുണ്ടാവുന്നത്. എന്തു വില കൊടുത്തും ആറന്മുള വിമാനത്താവള പദ്ധതിയെ ചെറുത്തു തോൽപ്പിക്കുമെന്നും കുമ്മനം രാജശേഖരൻ അഭിപ്രായപ്പെട്ടു. മണ്ണിട്ട് നികത്തിയിട്ടുള്ള സ്ഥലങ്ങൾ അത് പൂർണ്ണമായും പൂർവ്വസ്ഥിതിയിലെത്തിക്കുവാൻ ഗവൺമെന്റ് സത്വര നടപടി സ്വീകരിക്കേണ്ടതാണ്. കളക്ടറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അത് സംബന്ധിച്ചുള്ള നടപടികളെല്ലാം ത്വരിതപ്പെടുത്തുക അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. കോടതി വിധിയാണ്, ഹൈക്കോടതി വിധി വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഇട്ടിരിക്കുന്ന മണ്ണ് മുഴുവൻ നീക്കം ചെയ്ത് പൂർവ്വസ്ഥിതിയിലേക്ക് ആ കരിമാരത്തോട് കൊണ്ടുവരണം. അതുപോലെ തന്നെ കോഴിത്തോട് ഇട്ടിരിക്കുന്ന മണ്ണും പിന്നീട് നീക്കം ചെയ്യേണ്ടതാണ്. 60,000-ൽ പരം ലോഡ് മണ്ണ് അവിടെ നിന്ന് നീക്കം ചെയ്യേണ്ട ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ലാഘവ ബുദ്ധിയോടുകൂടി ഈ പ്രശ്നത്തെ കാണുവാൻ ഭരണകൂടം തയ്യാറാകരുത്. വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. കാരണം ആ പ്രദേശത്ത് ആയിരക്കണക്കിന് ഏക്കർ സ്ഥലത്ത് കൃഷി ആരംഭിക്കേണ്ടതാണ്. ആ കൃഷി ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ മണ്ണ് നീക്കം ചെയ്തേ പറ്റും. അതുകൊണ്ട് ഗവൺമെൻറ് വളരെ സത്വര നടപടികൾ സ്വീകരിക്കണം. KGS പോലെയുള്ള കോർപ്പറേറ്റ് ശക്തികൾക്ക് മുന്നിൽ മുട്ടുമടക്കി
അവരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് ഭാവമെങ്കിൽ അവിടുത്തെ കർഷകരും ജനങ്ങളും എല്ലാവരും വളരെ സംയുക്തമായി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആ നാടിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മണ്ണിനും വെള്ളത്തിനും അന്നത്തിനും വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭം പുനരാരംഭിക്കും. അതുകൊണ്ട് ഗവൺമെൻറ് ഇക്കാര്യത്തിൽ വളരെ സത്വര നടപടി സ്വീകരിക്കും. KM മാണിയും മുഖ്യമന്ത്രിയും എന്തു വന്നാലും അവിടെ വിമാനത്താവളം നടപ്പിലാക്കും എന്നൊക്കെ പറയുന്നത് വെറും വീമ്പിളക്കൽ മാത്രമാണ്. കോടിക്കണക്കിന് രൂപ നിക്ഷേപമായി സ്വീകരിച്ച് കമ്പനി അവരോട് സമാധാനം പറയേണ്ടി വരും എന്നുള്ളത് മനസ്സിലാക്കി കമ്പനിയെ സഹായിക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രിയൊക്കെ ഇപ്പോൾ ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് സർക്കാർ സത്യസ്ഥിതി മനസ്സിലാക്കി വസ്തുതാ ബോധത്തോടുകൂടി യാഥാർത്ഥ്യബോധത്തോടുകൂടി ഈ പ്രശ്നത്തെ സമീപിക്കണം. ഗവൺമെൻറ് ജനങ്ങളുടെ വികാരം മാനിക്കണം. കോർപ്പറേറ്റ് ശക്തികളുടെ വികാരമല്ല, അവരുടെ ആവശ്യങ്ങളല്ല നിറവേറ്റേണ്ടത്. സമൂഹത്തിന്റെ ആവശ്യകത എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ഭരണ സംവിധാനങ്ങൾ ക്രമപ്പെടുത്താൻ ഭരണവർഗത്തിന് കഴിയുന്നില്ലെന്ന് പത്തനംതിട്ട ജില്ലാ ജഡ്ജ് P. സോമരാജൻ. എനിക്ക് വളരെയേറെ സംശയമുള്ളൊരു കാര്യം എന്റെ എഞ്ചിനീയറിംഗ് സുഹൃത്തുക്കളായ സഹോദരന്മാരോടുകൂടി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒപ്പം അവരുടെ മാതാപിതാക്കളോടൊപ്പം ഇന്നിപ്പോ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് എല്ലാ വീട്ടിലായാലും ശരിയല്ല, ഒന്നീ ഡോക്ടറിന് അഡ്മിഷൻ കിട്ടണം, അതല്ലെങ്കിൽ എഞ്ചിനീയറായി തീരണം. എനിക്കിപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം എന്താണ് ഇങ്ങനെ നിർബന്ധ ബുദ്ധി പിടിക്കാൻ കാരണം. ഏറ്റവും കൂടുതൽ ശരി ഡോക്ടേഴ്സ് ചിലപ്പോൾ സമൂഹത്തിന് ആവശ്യമായിരിക്കാം, ഒരു പരിധി വരെ സമൂഹത്തിന്റെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് ഒരു ക്ലിപ്ത നമ്പർ ഡോക്ടേഴ്സ് ആവശ്യമാണ്. പക്ഷെ എഞ്ചിനീയറിംഗ് അങ്ങനെയല്ല. ഇപ്പൊ നമ്മുടെ സംസ്ഥാനം എടുത്ത് നോക്കുക, അല്ലെങ്കിൽ ഒരു ജില്ല എടുക്കുക, ഒരു പഞ്ചായത്ത് എടുക്കുക, ഒരു വില്ലേജ് എടുക്കുക. എഞ്ചിനീയറിംഗ് കോളേജ് ഇല്ലാത്ത ഒരു ജില്ല അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത്, ഒരു വില്ലേജ് കാണാൻ തന്നെ പ്രയാസവും. വളരെയേറെ ഈ എന്താ പറയുക, ഈ മഴയത്ത് ഒരു കൂണ ഇങ്ങനെ പൊട്ടിവിടത്തില്ല, ഒരു തുള്ളി വീഴുമ്പോ അതുപോലെ ഇങ്ങനെ പെരുകി വളർന്നുകൊണ്ടിരിക്കുക എഞ്ചിനീയറിംഗ് കോളേജുകൾ. മഴയത്തു മുളയ്ക്കുന്ന കൂണുകൾ പോലെയാണ് കേരളത്തിൽ എഞ്ചിനീയറിംഗ് കോളേജുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എഞ്ചിനീയറിംഗിൽ താല്പര്യവും ഉന്നത വിജയവും നേടാത്തവർ ഈ കൂലികളായി ഏതെങ്കിലും കോൾ സെന്ററുകളിൽ ജീവിതം ഹോമിക്കുകയാണ്. കുട്ടികളുടെ പഠന നിലവാരത്തെക്കുറിച്ച് രക്ഷകർത്താക്കൾക്ക് കൃത്യമായ അവബോധമുണ്ടാകണമെന്നും P. സോമരാജൻ പറഞ്ഞു. നമ്മുടെ ജീവിതത്തിന്റെ ദിശാബോധം തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഒരു സമൂഹത്തിലെ യഥാർത്ഥ സാമൂഹിക ജീവിയാണ് നമ്മളെന്ന് അവകാശപ്പെടണമെങ്കിൽ ആ സമൂഹത്തിൽ അതിലുൾപ്പെട്ട ജീവപ്രകൃതിയുടെ സന്തുലനാവസ്ഥയ്ക്ക് കോട്ടം വരുത്താതെ അതിന്റെ വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിൽ നിരന്തരം ഇടപെടുന്നവർക്കേ സാധിക്കൂ. ആ തലത്തിൽ SK ഫൗണ്ടേഷനും അതിന്റെ മുഖ്യശില്പിയുമായ ശശി കലാധരനും അഭിനന്ദാർഹരാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കായുള്ള സ്കോളർഷിപ്പ് വിതരണത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം പുളിങ്കുന്ന് കണ്ണാടി മാരാടം ഗവൺമെന്റ് LP സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SK ഫൗണ്ടേഷനാണ് ആലപ്പുഴ ജില്ലയിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കായി സ്കോളർഷിപ്പ് വിതരണം സംഘടിപ്പിച്ചത്. MN ഗുണവർദ്ധനൻ IAS അധ്യക്ഷനായി. എറണാകുളം റേഞ്ച് IG MR അജിത് കുമാർ സ്കോളർഷിപ്പ് വിതരണം നിർവഹിച്ചു. അസ്പർശാനന്ദ സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി. SK ഫൗണ്ടേഷൻ ചെയർമാൻ ശശി കലാധരൻ വെള്ളാപ്പള്ളി, ചങ്ങനാശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഉദയകുമാർ, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ MR ഉണ്ണി, ഫാദർ ജോസ് കൊല്ലംപറമ്പിൽ, സ്കൂൾ ഹെഡ്മാസ്റ്റർ TS പ്രദീപ്, PS ദേവരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതി രൂപീകരിച്ചു. പുളിങ്കുന്ന് ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിലെ SNDP മുതൽ തറയിൽ ജംഗ്ഷൻ വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ജനകീയ സമരസമിതിക്ക് രൂപം നൽകിയത്. പുളിങ്കുന്ന് സെന്റ് ജോസഫ് പള്ളി പാരിഷ് ഹാളിൽ കൂടിയ കൺവെൻഷൻ BJP കുട്ടനാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് MR സജീവ് ഉദ്ഘാടനം ചെയ്തു. ആ പഴക്കം ചെന്ന റോഡിന് വേണ്ടിയിട്ട് അതിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവേദനങ്ങളും പരാതികളും നമ്മുടെ വാർഡ് മെമ്പർ മുതൽ MP വരെ MLA വരെ മന്ത്രിക്ക് വരെ നമ്മൾ സമർപ്പിച്ചു. ഈ 35 വർഷക്കാലമായിട്ടും ഈ റോഡില് ഒരു വണ്ടി മണ്ണടിച്ച് അതിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാനായിട്ട് ഇതുവരെ ജനപ്രതിനിധികളായിരുന്ന യാതൊരു ആളുകളും അതിനാവശ്യമായ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് ഇന്ന് ഇത്ര വലിയ ഒരു കൂട്ടായ്മയോട് കൂടിയിട്ട് ഒരു സമരരംഗത്ത് ഇറങ്ങേണ്ടി വന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ സ്ത്രീകൾ വനിതകൾ സംഘടിച്ചുകൊണ്ട് ആ റോഡിൽ വാഴ നടുന്ന ഒരു സമര പരിപാടിക്ക് തുടങ്ങുന്നു.
അപ്പോൾ ഒരു സമരത്തിന് വേണ്ടി ജനങ്ങൾ ഇറങ്ങത്തക്ക തരത്തിൽ നമ്മുടെ ജനപ്രതിനിധികൾ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന സാഹചര്യത്തിലേക്ക് മാറിയതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സഫലമായ ഇറങ്ങേണ്ട ഗതികേട് നമ്മുടെ പ്രദേശവാസികൾക്കുണ്ടായി. പി ജെ ജെയിംസ് അധ്യക്ഷനായി. സന്തോഷ് കുമാർ കാഞ്ഞിരക്കാട്, മാത്യു തോമസ് കളത്തിപ്പറമ്പ്, ഷേർലി ലാലൻ പുത്തൻപറമ്പ്, മോനിമ്മ ബേബി, എൻ കെ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പരാതികൾ നൽകിയിട്ടും റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്താത്തതിൽ പ്രതിഷേധിച്ച് ആഗസ്റ്റ് 4 പുളുങ്കുന്ന് പഞ്ചായത്ത് ഓഫീസ് ഉപരോധിക്കുവാനും സമരസമിതി തീരുമാനിച്ചു. കേരള ട്രേഡ് യൂണിയൻ കോൺഗ്രസ് മിത്രക്കരി യൂണിറ്റ് പ്രതിനിധി യോഗം നടന്നു. നിയോജക മണ്ഡലം പ്രസിഡന്റ് മോനിച്ചൻ 88 അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് തോമസ് കളരിക്കൽ ഉദ്ഘാടനം ചെയ്തു. അജിത് രാജ്, ബോബൻ ജോസ്, എ രതീഷ് മിത്രമഠം തുടങ്ങിയവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മളുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നേവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. കേരള ഹോമിയോ ശാസ്ത്രവേദി 18ാമത് വാർഷിക സമ്മേളനവും ശാസ്ത്ര സെമിനാറും നടന്നു. ചങ്ങനാശ്ശേരി അസംഷൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ഗവൺമെന്റ് ചീഫ് വിപ്പ് PC ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഇപ്പോ മദ്യാസക്തിന് പതുക്കെ മോചിപ്പിക്കാൻ നടക്കില്ല. മദ്യത്തിന് പൂർണ്ണമായി ആ വ്യക്തിയെ രക്ഷിച്ചെടുക്കണം. ഇല്ലെങ്കിൽ നിയന്ത്രിച്ചുകൊണ്ട് മദ്യം ഒരു കുട്ടി കുടിച്ചാൽ ഒരാൾ സ്ഥാപനം ഡോക്ടർ ഉദ്ദേശിക്കുന്നത് നടക്കുകയും ഡോക്ടർ മാറുന്ന ഒരു കുട്ടി അറിയില്ല. അതുകൊണ്ട് നിയന്ത്രിക്കാൻ കഴിയില്ല. ഹോമിയോ ശാസ്ത്രവേദി ചെയർമാൻ ഡോക്ടർ TN പരമേശ്വരക്കുറുപ്പ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹോമിയോ ശാസ്ത്രവേദി ഏർപ്പെടുത്തിയിട്ടുള്ള സ്വാമി ആതുരദാസ് അവാർഡ് ചങ്ങനാശ്ശേരി ആത്മതാ കേന്ദ്രം ഡയറക്ടർ ഫാദർ തോമസ് കൊച്ചല ചെങ്കളത്തിന് PC ജോർജ് സമ്മാനിച്ചു. CF തോമസ് MLA പ്രശസ്തി പത്രവും പൊന്നാടയും നൽകി ആദരിച്ചു. തുടർന്ന് ചങ്ങനാശ്ശേരി ജംഗ്ഷൻ ട്രസ്റ്റിന്റെ ഉദ്ഘാടനം നഗരസഭാ അധ്യക്ഷ സ്മിത ജയകുമാർ നിർവഹിച്ചു. ശാസ്ത്രവേദി ജനറൽ സെക്രട്ടറി ഡോക്ടർ S മണിലാൽ, വിനോദ് പണിക്കർ, ഡോക്ടർ SG ബിജു, ഡോക്ടർ വിജയകുമാർ, ജോർജ് കുട്ടി മണമേൽ തുടങ്ങിയവർ പങ്കെടുത്തു. ലഹരി വിരുദ്ധ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പച്ച ചെക്കടിക്കാട് ലൂർദ് മാതാ ദേവാലയ അങ്കണത്തിൽ ഞായറാഴ്ച വൈകിട്ട് 4:30 കൂട്ടായ്മ. യുവദീപ്തി ഫൊറോന ഡയറക്ടർ ഫാദർ തോമസ് പാന്നിയാത്ത് ജനകീയ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു.
സമൂഹത്തെ ഭീതിയുടെ നിഴലിൽ നിർത്തുന്ന ഈ ലഹരി മരുന്ന് വസ്തുക്കൾക്കെതിരെ പ്രവർത്തിക്കുവാൻ നിങ്ങൾ ഒറ്റക്കെട്ടായി ഇവിടെ നിലനിൽക്കണമെന്ന് ഞാൻ വളരെ ശക്തമായിട്ട് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട വൈദികരുടെയും ഈ ഇടവകയുടെ യുവജന പ്രസ്ഥാനത്തിന്റെയും നേതൃത്വത്തിൽ അവർ വളരെ ആഴ്ചകളും മാസങ്ങളും ഒക്കെ ആയിട്ട് ഇതിനെതിരെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്കുമൊക്കെ പേടിയുണ്ട്, അവരെയും ഉപദ്രവിക്കുമോ എന്നുള്ള ഭയം അവർക്കുണ്ട്. എങ്കിലും അവരൊന്നിച്ചുകൂടി ഈ നാടിന്റെ രക്ഷയ്ക്ക് വേണ്ടി, ഈ നാടിന്റെ യുവജനങ്ങളെ ഈ ലഹരിയുടെ ഉപയോഗത്തിൽ നിന്ന് വിമുക്തരാക്കുവാനുള്ള പരിശ്രമത്തിന്റെ ഫലമായിട്ട് ഇത്രയേറെ കാര്യങ്ങൾ ഇവരിവിടെ പ്രവർത്തിച്ചിരിക്കുകയാണ്. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എം ലിജു മുഖ്യപ്രഭാഷണം നടത്തി. എടത്വ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KL ബിന്ദു അധ്യക്ഷയായി. പോളി തോമസ്, മിനി ബോബൻ, സജി ജോസഫ്, സായുജ് ചെറിയാൻ, പള്ളി വികാരി സിറിൽ 40 എക്സൈസ് സബ് ഇൻസ്പെക്ടർ യൂനസ് അഹമ്മദ്, വിവിധ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നവരും പങ്കെടുത്തു. പ്രൊഫസർ ഉമ്മൻ മാത്യു അനുസ്മരണം നടന്നു. JMM ജൂബിലി ഹാളിൽ നടന്ന അനുസ്മരണ യോഗം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി കുമ്മനം രാജശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി. അധ്യക്ഷൻ പ്രസിഡന്റ് സ്വാമി പ്രകാശാനന്ദജി അദ്ദേഹം നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിച്ച് 25 ദിവസം തികയുന്ന ദിവസമാണ്. അന്ന് ആ സന്യാസ സെഷനെ സന്ദർശിക്കാൻ ഈ കുട്ടനാട്ടിൽ നിന്നും ഒരു രാഷ്ട്രീയ നേതാവെത്തി. ഞാൻ തൊട്ടടുത്ത് സ്വാമിയുടെ തൊട്ടടുത്ത് നിൽക്കുകയാണ്. മുഹമ്മദ് സാർ സ്വയം പരിചയപ്പെടുത്തി സ്വാമിജിയുമായി സൗഹൃദം പങ്കിടുകയാണ്. കേരള കോൺഗ്രസിന്റെ ഈ പരിസര പ്രദേശത്തെമ്പാടുമുള്ള സാമൂഹ്യ സാംസ്കാരിക മണ്ഡലത്തിന്റെ ഒരു നിറസാന്നിധ്യമാണ്. അറിയപ്പെടുന്ന ഒരാൾ സ്വാമിജിയുമായി സൗഹൃദം പങ്കിട്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളും, ആരോഗ്യ കാര്യങ്ങളും, വ്യക്തിപരമായ കാര്യങ്ങളും, പൊതുകാര്യങ്ങളും എല്ലാം ദീർഘനേരം ഇരുന്നുകൊണ്ട് 2.5 മണിക്കൂർ സമയം അദ്ദേഹത്തോടൊപ്പം ചെലവഴിച്ചത് കണ്ടപ്പോൾ എനിക്ക് ആ മഹാത്മാവിന്റെ ഉള്ളിലെ മനുഷ്യത്വം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ബോധ്യം. PC അനിയൻകുഞ്ഞ്, തലവടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഷമ സുധാകരൻ, റാംസെ ജെറ്റി, വർഗീസ് കണ്ണമ്പള്ളി, ജിൻസി ജോളി, ബിനു ഐസക് രാജു, ജോജി ജെ വൈലോപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. ജലോത്സവങ്ങൾ സംരക്ഷിക്കുന്നതിനും അതിന്റെ തനിമ നിലനിർത്തുന്നതിനും വേണ്ടി ജലോത്സവ പ്രേമികളുടെ കൂട്ടായ്മ സംഘടിപ്പിച്ച് ജലോത്സവ സമിതി രൂപീകരിക്കുന്നു. വള്ളംകളിയെ തകർക്കുവാൻ ബോധപൂർവം ജലോത്സവവുമായി ബന്ധമില്ലാത്ത ചിലർ ശ്രമിക്കുന്നതായി യോഗം ചൂണ്ടിക്കാട്ടി. ചമ്പക്കുളം മൂലം ജലോത്സവം തുടക്കത്തിൽ തന്നെ രമ്യമായി പരിഹരിക്കാതെ അലങ്കോലമാക്കുവാനും ശ്രമമുണ്ടായി. അതിന്റെ പരിസമാപ്തിയാണ് വള്ളംകളിയുടെ ഫൈനൽ നടക്കാതെ പോയത്. വള്ളംകളിയുടെ സ്റ്റാർട്ടിംഗ് സംബന്ധിച്ചുള്ള പ്രശ്നം പരിഹരിക്കുവാൻ വിശദമായ ചർച്ചകൾ നടത്തേണ്ടതുണ്ട്. ഉദ്യോഗസ്ഥരുടെയോ സ്റ്റാർട്ടിംഗുമായിട്ടുള്ള ഒഫീഷ്യൽസിന്റെയോ കുറ്റമല്ല ഇത് സംഭവിക്കുന്നത്. മത്സര വള്ളംകളിയിൽ പങ്കെടുക്കുന്ന വള്ളങ്ങളുടെ അച്ചടക്കമില്ലായ്മയാണ് ഇതിന് പ്രധാന കാരണം. ഇത് നിയന്ത്രിക്കുവാൻ എല്ലാ ബോട്ട് ക്ലബ്ബുകളും ശ്രദ്ധിക്കേണ്ടതാണ്. മാസങ്ങളോളം ബുദ്ധിമുട്ടി ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി ജലമേളകൾ സംഘടിപ്പിക്കുമ്പോൾ ചില ആളുകളുടെ പിടിവാശി മൂലം വള്ളംകളിയുടെ നിറം കെടുത്തുന്ന പ്രവർത്തനങ്ങൾ ജലോത്സവങ്ങളെ പൊതുവെ ബാധിക്കുന്നു. ജലോത്സവങ്ങൾ കുറ്റമറ്റതാക്കാൻ വേണ്ടി ജലോത്സവ ജാഗ്രതാ സമിതി രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി അഡ്വക്കേറ്റ് മുട്ടാർ ഗോപാലകൃഷ്ണൻ ചെയർമാനും TP രാജു വൈസ് ചെയർമാനും ബാബു പാറക്കാടൻ ജനറൽ കൺവീനറുമായ താൽക്കാലിക സമിതിയെ തെരഞ്ഞെടുത്തു. സംഘടനയുടെ വിപുലമായ യോഗം ആഗസ്റ്റ് ആദ്യവാരം ചേരുമെന്ന് ജനറൽ കൺവീനർ ബാബു പാറക്കാടൻ അറിയിച്ചു. AC റോഡിൽ കാർ കനാലിലേക്ക് മറിഞ്ഞ് 2 പേർ മരിച്ചു. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ പണ്ടാരക്കുളം ജംഗ്ഷന് പടിഞ്ഞാറ് വശത്തായാണ് അപകടം നടന്നത്. റോഡരികിൽ പാർക്കിംഗ് ലൈറ്റ് ഇല്ലാതെ നിർത്തിയിട്ടിരുന്ന തമിഴ്നാട് രജിസ്ട്രേഷൻ ലോറിയിൽ തട്ടിയാണ് അപകടമുണ്ടായത്. തിങ്കളാഴ്ച പുലർച്ചെ 3:30 അപകടം. പത്തനംതിട്ട ഇലന്തൂർ സ്വദേശി അരുൺലാൽ, കോമക്കൽ സ്വദേശി പാട്രിക് എന്നിവരാണ് മരിച്ചത്. ഇവർക്കൊപ്പമുണ്ടായിരുന്ന അരുൺലാലിന്റെ സഹോദരൻ ആനന്ദ് ലാൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപകടം നടന്ന മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും പോലീസ് രക്ഷാപ്രവർത്തനത്തിന് മുതിർന്നില്ല എന്ന് ആക്ഷേപമുയർന്നു. അപകടത്തിൽപ്പെട്ട വാഹനത്തിന് പിന്നാലെ എത്തിയ സുഹൃത്തുക്കളാണ് ഇതേ തുടർന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. ചർമ്മവാർത്തകൾ. ചങ്ങനാശ്ശേരി സസ്യ മാർക്കറ്റ് ആലുമൂട്ടിൽ ത്രേസ്യാമ്മ ആന്റണി 78 വയസ്സ് നിര്യാതയായി. സംസ്കാരം ചൊവ്വാഴ്ച 3 ചങ്ങനാശ്ശേരി മെത്രാപ്പൊലിത്തൻ ദേവാലയ സെമിത്തേരിയിൽ. വേമ്പനാട്ടുകായലിൽ മത്സ്യബന്ധനത്തിനിടെ കാറ്റിൽപ്പെട്ട് വഞ്ചി മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. കുട്ടമംഗലം ആറുപങ്കിൽ ചിറ കായിത്തറ വീട്ടിൽ പൊന്നപ്പൻ 62 വയസ്സാണ് മരിച്ചത്.
ചേന്നങ്കരി മില്ലിൽ ദേവസ്യ തോമസ് 76 വയസ്സ് നിര്യാതനായി. സംസ്കാരം ചൊവ്വാഴ്ച 10 ചേന്നങ്കരി കൂലിപ്പുരയ്ക്കൽ ലൂർദുമാതാ ദേവാലയ സെമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. വ്രതശുദ്ധിക്കും പുണ്യമാസത്തിനും ഭക്തിനിർഭരമായ പരിസമാപ്തി. മഗ്രിബ് നമസ്കാരം അവസാനിക്കുമ്പോൾ മുസ്ലിം മതവിശ്വാസികളുടെ അന്തരംഗങ്ങൾ തക്ബീർ ധ്വനികളാൽ മുഖരിതമാവും. ലോകമെമ്പാടും ചെറിയ പെരുന്നാളിന്റെ ആഘോഷത്തിൽ. എല്ലാവർക്കും KCVയുടെ ചെറിയ പെരുന്നാൾ ആശംസകൾ. വേഴപ്ര ശ്മശാനത്തിലേക്ക് നാറാണത്ത് ഭ്രാന്തൻ പോലും നടന്നുവരില്ല. ചുടലപ്പറമ്പിലേക്കുള്ള നടവഴിക്ക് KCVയുടെ അനുശോചനം. AC കനാലിന്റെ പൂർണ്ണരൂപം ആലപ്പുഴ ചങ്ങനാശ്ശേരി കനാൽ എന്നതു മാറ്റി അഴിമതി കനാൽ എന്നാക്കി. പേരിടിയിൽ കർമ്മത്തിന് അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരും കരാറുകാരും നേതൃത്വം നൽകി. ഉമ്മനും മാണിയും കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുവാൻ ശ്രമിക്കുന്നു. മണ്ണിനും ജലത്തിനും വേണ്ടി ധർമ്മസമരമെന്ന് ഹിന്ദു ഐക്യവേദി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.